അങ്ങനെ ഷാനവാസിനെതിരെ നൂബിൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പല വട്ടമായിട്ട് ഏകദേശം 50ലേറെ ടൈം ഷാനവാസ് നൂബിനെ അല്ലെങ്കിൽ ബിന്നിയുടെ ഹസ്ബൻഡായ നൂബിനെ പെൺകോന്തൻ എന്ന് വിളിച്ചിരിക്കുന്നതിനായിട്ടുള്ള ആ ഒരു വാക്കിനെതിരെയാണ് നൂബിൻ രംഗത്ത് വന്നിരിക്കുന്നത്. നൂബിൻ ഹൗസിൽ പോകുന്നതിന് മുമ്പേയും ഷാനവാസ് പലതവണ ഇത് വിളിച്ചിട്ടുണ്ടെന്നും അത് പലരും തൻ്റെ അടുത്ത് യൂട്യൂബിലും കമൻറ്റ് സെക്ഷനിലുമായിട്ട് വന്ന് ഉണ്ടെന്നും അതേപോലെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഷാനവാസിനോട് ചോദിക്കണമെന്നും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും താൻ ഒരു മര്യാദക്കാരനാണെന്നും തനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ താൻ പിന്നീട് ഹസ്ബൻഡായിട്ടാണ് അവിടെ പോയതെന്നും അതൊരു ഗെയിം ഷോ ആണെന്ന് അറിയാവുന്നത് കൊണ്ടും താൻ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലെന്നാണ് നൂബിൻ പറയുന്നത്. അപ്പം നൂബിൻ പറയുന്നത് ശരിക്കും ഇത് PR വർക്കേഴ്സ്, അതായത് PR ഷാനവാസ് പൈസ കൊടുത്ത് ഇറക്കിയിരിക്കുന്ന PR ആണ് ഇതൊക്കെ പറയുന്നതെന്നും പൈസ കൊടുക്കുമ്പം അവരെന്തായാലും അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ അഹങ്കാരത്തിലാണ് ഷാനവാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുമെന്നുമാണ് നൂബിൻ പറയുന്നത്. അപ്പോൾ അവിടെ അയാൾക്ക് അങ്ങനെ വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ പോയ സമയത്തും അയാൾ ബിന്നിയുമായിട്ട് വഴക്കിട്ടിരുന്നു. എന്തുകൊണ്ട് അന്നേരം വിളിച്ചില്ല, അയാൾക്ക് അന്നേരം വിളിക്കാൻ നാവ് പൊങ്ങിയില്ലേ എന്നൊക്കെയാണ് നൂബിൻ ചോദിക്കുന്നത്. അതേപോലെ നൂബിൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇയാൾ എന്തുകൊണ്ടാണ് എന്നെ പെൺകോന്തൻ എന്ന് വിളിക്കുന്നത്? ഇയാൾ എൻ്റെ യൂട്യൂബ് കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ ഞാൻ ബിന്നിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ സിനിമ സീരിയൽ എന്നൊക്കെ പറയുന്നത് അത്ര ഈസി അല്ല. മേക്കപ്പ് ഇട്ട് ജസ്റ്റ് പോയി ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ദിവസങ്ങളോളം ചിലപ്പോൾ നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ അവൾ ടയേർഡായിരിക്കും. എനിക്ക് ചിലപ്പോൾ അത്രയും വർക്ക് കാണത്തില്ല. അപ്പം ഞാൻ വീട്ടിലുള്ള സകല കാര്യങ്ങളും ചെയ്യും. അങ്ങനെയാണല്ലോ ഒരു ഹസ്ബൻഡ് വൈഫ് ചെയ്യേണ്ടത്. ഷാനവാസിനെ സംബന്ധിച്ച് ഷാനവാസിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ ഷാനവാസ് ഒരു വേലക്കാരനായിട്ടോ അല്ലെങ്കിൽ വേലക്കാരിയായിട്ടോ ആയിരിക്കും കാണുന്നത്. ഷാനവാസ് വീട്ടിലെ പണികളൊന്നും ചെയ്യാതെ മേലധികാരിയായിട്ട് ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഭാര്യയെ സ്നേഹിക്കുന്നവർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഭാര്യയെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അതൊരിക്കലും പെൺകോന്തനാവത്തില്ല. അങ്ങനെ ചെയ്യുന്നതിനോണ്ടാണ് ഷാനവാസ് എന്നെ അങ്ങനെ വിളിക്കുന്നതെങ്കിൽ ഞാൻ പെൺകോന്തനാന്ന് പറയുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ലെന്നാണ് ബിന്നിയുടെ ഹസ്ബൻഡ് പറയുന്നത്. അതേപോലെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഷാനവാസിൻ്റെ മക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഷാനവാസിനെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക എന്നും ബിന്നിയുടെ ഹസ്ബൻഡ് കൂട്ടിച്ചേർത്തു. എനിക്കിതിൽ 2 കാര്യങ്ങളാണ് തോന്നുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഷാനവാസ് വീട്ടിലുള്ളവരെ പറയുന്നത് ഭയങ്കര പൊതുവെയുള്ള കാര്യമാണ്. അതിൻ്റേത് ലാലേട്ടൻ ഈ വട്ടം വന്നപ്പോൾ നല്ലതുപോലെ ഷാനവാസിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബിന്നിക്കും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബിന്നി ഒരു ക്യാപ്റ്റൻ ആയപ്പം ബിന്നിയും കുറച്ച് ഓവറായിരുന്നു ഷാനവാസിൻ്റെ കാര്യത്തിൽ. ബിന്നിയും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഷാനവാസ് തിരിച്ച് ഇങ്ങോട്ട് ബിന്നിക്ക് റിപ്ലൈ ആയിട്ട് ഇത് കൊടുത്തത്. എന്ന് വെച്ചിട്ട് ബിന്നിയുടെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ഭയങ്കര തെറ്റാണ്. അതേപോലെ ഭാര്യയെ ഹെൽപ്പ് ചെയ്യുന്ന, ഭാര്യയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ആൾക്കാരെല്ലാവരും പെൺകൊന്തന്മാരല്ല. ഷാനവാസിൻ്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട്. ഷാനവാസ് പഴയ ആളാണ്. അപ്പോൾ പഴയ ആളായിട്ടുള്ള ഷാനവാസ് എപ്പോഴും ചിന്തിക്കുന്നത് എന്താ, ഇങ്ങനെ ആണുങ്ങൾ ചെയ്യേണ്ട ജോലി ആണുങ്ങൾ, പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലി പെണ്ണുങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഷാനവാസിലുണ്ട്. പെൺപിള്ളേർ ഈ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, പെൺപിള്ളേർ അങ്ങനെ നടക്കാൻ പാടില്ല, പെൺപിള്ളേർ ഇങ്ങനെ നടക്കാൻ പാടില്ല. ഇത്രയൊക്കെ സീരിയലിലൊക്കെ വന്നിട്ടും ഇത്രയൊക്കെ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായിട്ടും ഷാനവാസ് ഇപ്പോഴും ഒരു പഴയ ചിന്താഗതിക്കാരനാണ്. അപ്പോൾ ഷാനവാസിൻ്റെ വായി വരുന്നതൊക്കെ ഷാനവാസ് അങ്ങ് വിളിച്ച് പറയുകയാണ്. അപ്പം എന്തായാലും ബിന്നിയുടെ ഹസ്ബൻഡ് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താകുമെന്ന് നോക്കാം. കാരണം ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞു ഷാനവാസിൻ്റെ അടുത്ത്, ഷാനവാസെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവർ, നിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടി മൂത്തൊരാളല്ലേ, വീട്ടിലിരിക്കുന്നവരെ വിളിക്കരുത്. ഷാനവാസ് അപ്പം ഈ PR-ൻ്റെ അഹങ്കാരത്തിലാണ് ഷാനവാസ് ഈ കിടന്ന് കാണിക്കുന്നതെങ്കിൽ കുറച്ച് ഗെയിം താഴോട്ട് പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ബിന്നിയുടെ ഗെയിമും ബിന്നി ഓവറാക്കേണ്ട ആവശ്യമില്ല. ബിന്നി ന്യൂട്രലിൽ പിടിച്ച് പോകുന്ന അല്ലെങ്കിൽ ഒരു മയത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ക്യാപ്റ്റനായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഹങ്കാരവും തിളപ്പും കാണിക്കേണ്ട കാര്യമില്ല. രണ്ടുപേരുടെയും ഭാഗത്തും തെറ്റുണ്ട്. എങ്കിലും ഷാനവാസിൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് കൊണ്ട്.